അപ്പോൾ ഏകദേശം 4 ഏരാണ് നമ്മൾ പണി കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചീരൻ്റെ ഏര് കാണുന്ന മുമ്പ് ഇവിടെ എങ്ങനെയായിരുന്നു ഉള്ളത് നിങ്ങൾ ആദ്യം കണ്ടിട്ട് പോവാ. ന്യൂടെക് ഫാർമറിൻ്റെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാ എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ നമ്മൾ വർക്കുണ്ടല്ലോ, ഏകദേശം 22 ദിവസമായിട്ടുണ്ട് നമ്മൾ പണി തുടങ്ങിയിട്ട്. അപ്പോൾ ആ വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. 4 ഏരാണ് നമ്മൾ ചീരയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയുള്ളത്. 23 ദിവസം വെച്ചാൽ കുറേ മഴ ഉണ്ടായിരുന്നു. മഴ റെഡായിട്ടൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നു. അതുപോലെ വള്ളത്തിലാണ് പണി എടുക്കുന്നത്, അറിയില്ല. ഇപ്പോൾ ഈ ടൈമിലൊന്നും ഇവിടെ എവിടെയും കൃഷിയില്ല. കൃഷിയുടെ സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. പക്ഷേ ഇവിടുത്തെ പ്രത്യേകം വെച്ചാൽ ഇവിടെ ഭൂമി ഒന്ന് താന്നിട്ടാണ് പാടം. അതുപോലെ എപ്പോഴും വെള്ളമായിരിക്കും. വെള്ളം പോകണമെങ്കിൽ ഡിസംബർ കഴിയും, ജനുവരി അടുപ്പിച്ചാവും വെള്ളം പൂർണ്ണമായും പോവുക. അതുവരെ ചളി വിളി അതുമാതിരി കുറച്ച് സ്ഥലത്തൊക്കെ വെള്ളം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ട്, ശ്രദ്ധിച്ചറിയില്ല. വെള്ളമുണ്ട്, ചെറിയ വെള്ളം. ഇടക്കിടക്ക് മഴ തുലാവർഷത്തിൽ മഴ പെയ്യും, അപ്പോൾ വെള്ളമാവും. അത് വെള്ളം പോകാനുള്ള ഗ്യാപ്പ് ചെയ്യാന്നാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിലാണ് പണി. അപ്പോൾ അതുകൊണ്ട് ഇത്ര 4 ഏര് കവറാക്കിയത്. ഇപ്പോൾ നല്ല നിറഞ്ഞ സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഏര് കവറാക്കാമായിരുന്നു. അപ്പോൾ വർക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ള കമൻറ്റ് ചെയ്യുക. പിന്നെ അതേമാതിരി ചീരക്കാണ് കണക്കാക്കിയുള്ളത്. ചീര ഇൻഷാള്ള അപ്പോൾ നാളെ തിങ്കളാഴ്ച ഇൻഷാള്ള ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ചീരൻ്റെ വീഡിയോ നാളെ വരും. പിന്നെ അതേ പറയാനുള്ളതെന്ന് വെച്ചാൽ ചീര വിതക്കുമ്പോൾ എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് ഉറുമ്പ് കൊണ്ടുപോകാനുള്ളത്. വെച്ചാൽ വിത്ത് നമ്മൾ മുളപ്പിക്കുക, നമ്മൾ വിട്ടാൽ വിതച്ച് നമ്മൾ മണ്ണിലിട്ടാൽ ഉറുമ്പോണ്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. അപ്പോൾ പറയാൻ വന്നു വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി. ഓക്കെ. അപ്പോൾ നമ്മൾ വർക്ക് ഇതാ കണ്ടല്ല, പുല്ല് കൂടുതലായിരിക്കും. പുല്ല് ഫില്ലാക്കിയിട്ടാണ് നമ്മൾ വരുന്നത്. കാരണം എന്താ വെച്ചാൽ മാക്സിമം കയറി വരിക എന്നാണ്, ഉയരം കൂട്ടി വരിക എന്നാണ് നമ്മളെ ലക്ഷ്യം. അതുപോലെ പുല്ലിന് കുറേ പ്രത്യേകതകളുണ്ട്. പുല്ല് നമ്മൾ റിങ്ങാടൽ മറിച്ചിടണം. ഓക്കെ, ഞാൻ കാണിച്ചു തരണം. ആ സീനിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പുല്ല് മറിച്ചിടുമ്പോൾ അത് ചെയ്യുള്ളൂ. അല്ലാണ്ടെങ്കിൽ പുല്ല് വീണ്ടും പൊന്തി വരാനുള്ള ചാൻസ് അവിടെ കെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതേമാതിരി പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള മാതിരി ഇംഗ്ലീഷ് വളമോ കുറേ മരുന്ന്. ഇപ്പോൾ നമ്മൾ ഏത് വളപ്പൊടി ചെറിയ പെട്ടിക്കൂടി പോയാലും കുറേ വളങ്ങളാണ്. കുറേ വളങ്ങൾ, കുറേ ആ പൊടി ഈ പൊടി അറിയാൻ ഇത്ര പോലെ വളങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാല. അതിന് വളം, ഇതിന് വളം, അതിന് ഫെർട്ടിലൈസർ, അതിന് ഇത്, അങ്ങനെ കുറേ വളങ്ങളാണ്. പക്ഷെ പണ്ടത്തെ കാലത്ത് ഇതൊന്നുമില്ല. ഉണ്ടായി തന്നെ ആൾക്കാർക്ക് കൂടുതൽ അറിയില്ല. അപ്പോൾ അന്ന് ഉപയോഗിക്കുന്ന ഒരു വലിയൊരു മരുന്നാണ് ഈ പുല്ല് എന്നുള്ളത്. ഓക്കെ, പുല്ല് നമ്മൾ ഏതിൻ്റെ അടിയിൽ കൊടുത്താൽ ചീഞ്ഞ് കഴിഞ്ഞാൽ നല്ല വളമാണ്, നല്ല കമ്പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ രീതിക്ക് തന്നെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യണം. അത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് വീണ്ടും മുളക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഈ രീതിക്ക് തന്നെ ചെയ്യാൻ ഫില്ലാക്കിയാണ്ട് ശ്വാസം മുട്ടി കാരണം വരാണ്ട് ഫുള്ള് മണ്ണിട്ടിട്ടാണ് ഫില്ലാവണം. അപ്പോൾ അതാണ് നമ്മൾ മിനിമായിട്ട് യൂസ് ചെയ്ത് തന്നെ വെറുതെ കിട്ടുകയാണ്. കാരണം അവിടുത്തെ പുല്ല് തന്നെ കേട്ടോ, അവിടെ നിന്നും കൊടുക്കുന്നതല്ല, അവിടെ നമ്മൾ ചെത്തി വൃത്തിയാക്കി പുല്ല് ഉള്ളിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്ക്, നല്ല ഉപയോഗം ഉണ്ടാവും. നല്ല മേലെല്ലാം മണ്ണിട്ട് മൂടണം, അല്ലാണ്ടെങ്കിൽ പിന്നെ കള പൊന്താനുള്ള ചാൻസ് കൂടുതലുണ്ട്. അല്ല മേലെ മണ്ണിട്ടിട്ട് ഫില്ലാക്കിയാൽ സൂപ്പറായിരിക്കും. പിന്നെ എന്തെങ്കിലും വീഡിയോ കുഴപ്പമോ എന്തെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതേമാതിരി അറിയാത്ത കാര്യം ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തി തരാൻ വേണ്ടി ക്ഷമിക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഏര് കണ്ടില്ല. ഈ ചീരൻ്റെ ഏർക്ക് എന്താ വെച്ചാൽ ഈ ഏര് നമ്മൾ ഇവിടെ അല്ല ഉദ്ദേശിക്കുന്നത്. ഏര് നമ്മളിത് ആ തലക്കറ്റ് എത്തണമെന്നാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, നമ്മൾ ആ പുല്ല് മാറിക്കണില്ലേ ആ തലക്ക, അവിടെ ഏറ്റവും ഈ ഏരൊക്കെ കൊണ്ടുപോകണമെന്നാണ് ഈ 4 ഏരും. പക്ഷെ അതിപ്പോൾ ചെയ്യാത്ത എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളമാണ്. ഓക്കെ, ഈ വെള്ളം ഇവിടെ ഉണ്ടാകുമ്പോൾ ഇതിൽ പണിയെടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. കാരണം വെള്ളത്തിൽ ഇറങ്ങി കൊത്ത് പറഞ്ഞാൽ അത് കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ കൈക്കോഴുമായി എടുക്കല്ലേ, അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെയൊക്കെ ഈ രൂപത്തിലാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ വലിയ പോസിറ്റീവ് വെച്ചാൽ ഇവിടെ നമ്മൾ ചീരട്ട് കഴിഞ്ഞാൽ വെള്ളം കണ്ടില്ല, വെള്ളം നമ്മളിങ്ങനെ നനക്കും. ഓക്കെ, ഇതൊരു പോസിറ്റീവ്. വെള്ളം നനക്കനുസരിച്ച് എന്ത് ചെയ്യും, ഇതിനൊപ്പം വെള്ളം ഫില്ലാവും ഇവിടുത്തെ മേലത്തെ വെള്ളം. ഓക്കെ, ഇവിടെ താഴ്ച അങ്ങോട്ടാണ്, ആ തലക്കൊക്കെയാണ് താഴ്ച. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം വറ്റിക്കെടുക്കില്ല ഒരിക്കലും. ഇവിടുത്തെ വെള്ളം ഇങ്ങനെ അടിയിൽ കൂടി വന്നിട്ട് ഫില്ലായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താവും, ഫ്രീ ആയിട്ട് വെള്ളം കിട്ടി നനക്കണ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിച്ചുള്ളത്. എന്തായാലും അതാണ് ഇത്ര കഷ്ടപ്പെട്ട് ചളിയിലിറങ്ങി പണിക്കാൻ തന്നെ കാരണം. ഓക്കെ, അപ്പോൾ ഞാൻ പുല്ലിനെ കാണിച്ചു തരാം.
അപ്പോൾ കാശ് ഞാൻ ഉദാഹരണം കാണിച്ചു തരാനിപ്പോൾ നോക്കുമ്പോൾ പുല്ലൊക്കെ ഫുള്ള് വലിയ പുല്ലാണ്. അപ്പോൾ ചളിയാ ശ്രദ്ധിച്ചു. ഞാൻ പണിക്ക് വന്ന ടൈമല്ല ഇപ്പോൾ, ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ കണ്ടില്ല, ഇത് പുല്ലുള്ള ഭാഗം. അപ്പോൾ ഇത് കൊത്തിയെടുക്കണ മാതിരി അടിഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ ആവും ഇടുക. ഓക്കെ, ഇങ്ങനെ നേരെ തിരിച്ചാവും ഇടുക. അപ്പോൾ അതേമാതിരിയാണ് പുല്ലിട്ടുള്ളത്. ചില പുല്ല് മേലെ ഉണ്ടാവും, പക്ഷേ അത് ഉണങ്ങാനുള്ളതാണ്. അതൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ ഇതേമാതിരി നമ്മളൊന്ന് പരത്തും. പിന്നെ ഇതിൻ്റെ മേലെ മണ്ണ് ഫില്ലാവും. ഓക്കെ, അതേമാതിരി മണ്ണ് അത്യാവശ്യം കയറും. അപ്പോൾ മണ്ണും പുല്ലും കൂടി ആകുമ്പോൾ എന്താവും, അത്യാവശ്യം നല്ലൊരു വീതിയും നല്ലൊരു കനവും ഉയരം കൂടും. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഏറെടുക്കുന്നത്. പിന്നെ കയറിട്ട് പറഞ്ഞാൽ ഇത് വരച്ചെടുത്ത മാതിരി വരാനാണ്, അല്ലാതെ കയറ് കെട്ടി അളന്ന് മുറിച്ചിട്ടല്ല. ഒന്ന് വളയാതെ നേരൊക്കെ കിട്ടിയാൽ അത്രയും ഭംഗിയാണ് ചീരണ്ടായി വെക്കുമ്പോൾ. അതെന്തായാലും അവസാനം നമ്മൾ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി, നമ്മൾ പതിയെ വരും. പിന്നെ അതേമാതിരി ഇത് നേരത്തെ നമ്മൾ കണ്ട ഏരാണ്. ഇതിപ്പോൾ 4 കഴിഞ്ഞ് ഇതിപ്പോൾ 5ാമത്തെ നമ്മൾ പെൻഡിങ് ആണ്. ഇത് നമ്മൾ ചെയ്യണ കാര്യം കാണിച്ചാലതാ ആദ്യം നമ്മൾ ചെയ്തായിട്ട് സൈഡിട്ട് പോകും. ഓക്കെ, ഇവിടെ സൈഡിട്ട് ഇവിടുത്തെ ചെറിയൊരു സ്പീഡിൽ നിന്ന് സൈഡിട്ട് പോകും. അതുപോലെ ഇവിടെ സൈഡിട്ട് പോകും. ഇവിടെ പകുതി സൈഡ് ഇട്ടിട്ടുള്ളൂ, ബാക്കി പകുതി വൈകുന്നേരം ഇടാണ്ട്. അപ്പോൾ ഈ സൈഡിട്ട് പോകുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ഇവിടുന്ന് താഴ്ച അങ്ങോട്ടാണ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇവിടുത്തെ വെള്ളം എന്ത് ചെയ്യും, ഈ സൈഡിട്ട് ഈ ചെറിയ ചാലിൽ കൂടി അങ്ങോട്ടാണ് ചെറുതായിട്ടൊന്ന് ഒഴുകും. അപ്പോൾ ഇവിടുത്തെ വെള്ളമൊക്കെ മാറിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ പുല്ലൊക്കെ കൂടി ചെത്തിക്കാണ്ട് ഇങ്ങോട്ട് ഇടുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ പുല്ല് ഇട്ട കണ്ടല്ലോ, എന്താ ഈ നല്ല താന്നിട്ടാണ്. ഓക്കെ, ഇവിടെ താഴ്ച കണക്കാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരിക ഗായ്സ്. അപ്പോൾ പുല്ല് എത്രയൊക്കെ എടുക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇപ്പോൾ എൻ്റെ കാലിൽ കണ്ടില്ലേ, ഇവിടെ എത്ര ഡിഫറൻ്റ് ഉണ്ട്, മനസ്സിലായ? അപ്പോൾ ഇവിടുന്ന് ഇത്ര ഡിഫറൻസിലാണ് പുല്ല് എടുക്കുന്നത്. അപ്പോൾ മാക്സിമം അത്ര കട്ടി തന്നെ പുല്ല് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പുല്ല് എവിടെ നിന്ന് കൊണ്ടുവരുന്നില്ല, അവിടുത്തെ പുല്ല് തന്നെയാണ്, അത് മാക്സിമം ഇടാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രം. ഞാൻ ഈ ഏരിയയിലിപ്പോൾ ഇത് നിലവിലിപ്പോൾ കൊടുത്ത വളങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വളങ്ങൾ എന്താ വെച്ചാൽ കോഴി വളമാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ദിവസം ഒന്ന് വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഡോളോമേറ്റ് കൊടുത്ത്, അത് pH ഒന്ന് റെഡി ആയിക്കോട്ടെ വെച്ചിട്ട് ഡോളോമേറ്റ് കൊടുത്ത് നനച്ചിട്ടതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം ഇപ്പോൾ കോഴി വളം ഇട്ടിട്ടുണ്ട്. ഈ 3 നേരിട്ടാ ആ കണക്ക് അത് സെറ്റാക്കി ചെയ്യുക. നാലാമത്തെ ഇപ്പം ഒന്ന് സെറ്റാക്കും. ഈ 3 നേരിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ചെറിയൊരു അപ്ഡേഷൻ. ഞാൻ ട്രാക്ടർ അടിക്കുന്നതോട് കൃഷി തുടങ്ങിയൊക്കെ ഞാൻ അതിൽ പറഞ്ഞ്, അതിന് ശേഷം എന്തായി കൃഷി എന്തായുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തോളി, ഇനി വരുന്ന വീഡിയോസൊക്കെ കാണാം. ഓക്കെ.